ആശാമുറാദുകളൊക്കെയും നിറവേറാൻ ആശിച്ചതൊക്കെയും നേർച്ച ചെയ്യുന്നവർ മൗലായ ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് ഹസ്സിൽ മുറാദന അൻഹു റളിയല്ലാഹ്. മേലത്ത് കണ്ടീലോറന്ന് കേട്ടാല് മാലോകർക്കറിയും ഞാൻ ചെല്ലാതെന്നോവർ സഫറ് കഴിഞ്ഞേവരുന്നവരെല്ലാരും സഫിയോരെ മഖബറ കണ്ട് പോകുന്നോവർ ഇതുപോലെ സഫറിനോ ഒരുങ്ങുന്ന നേരത്തോ ഇമ്പമിൽ മഖബറ കണ്ടിട്ട് പോന്നോവർ അപ്പോൾ ദിനം തോറും മഖാമിൽ ചെന്നാല് ആശകൾ നിറവേറും ഉടയവൻ എന്നോവർ തന്നിൽ പെട്ടവരെ കൂട്ടാൻ വരും നേരം നിസ്കാരം നിർത്തിയോടൻ കൂടെ പോന്നോവർ മൗലായ ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് ഹസ്സിൽ മുറാദന അൻഹു റളിയല്ലാഹ്. പേറ്റുന്നവേറ്റം പോത്ത് കഴിയുന്ന പെണ്ണിനുടനേനോ ലൂതി കൊടുത്തോവർ വൈദ്യരെ വരുത്താൻ ബേജാറ് കാട്ടുമ്പോൾ നേരുന്നു പുണ്യരിൽ അന്നം നൽപേരിന് ഉടനെ കരയുന്നു പള്ളയകത്തീന്ന് ഉടനെ ഉടയോനിൽ ഹന്ത് പറഞ്ഞോവർ അയ്യൂര് പള്ളിയിൽ ജുമുഅക്ക് പോകുമ്പോൾ അറിയോ ആ ചകരി പണിക്കാരിൽ പെട്ടോവർ അറിഞ്ഞിട്ടറിയാത്ത മട്ടിൽ ആ പെണ്ണുങ്ങൾ അടിച്ച് തെറുപ്പിക്കാൻ മനസ്സിൽ കരുതിയോർ മൗലായ ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് ഹസ്സിൽ മുറാദന അൻഹു റളിയല്ലാഹ്. ആഖിറം ഓർത്ത് നടക്കുന്ന പുണ്യവാൻ ആരെയും നോക്കാതെ നേരെ നടന്നോവർ ചകിരിയാടി കോന്നി സായിന്റെ വഞ്ചന ചിന്തിക്കാനുണ്ട് അങ്ങോർക്കെന്തോവർ കവലയിലെത്തുന്നോ പറയുന്ന നേരത്ത് കൈകളുയർത്തി ചകിരിയാടിക്കുന്നോർ പൊക്കിയ കൈകൾ താഴ്ത്തിയിടാൻ കഴിയാതെ പൂമാനിൽ സർവരും ദൃഷ്ടി പതിഞ്ഞോവർ മൗലായ ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് ഹസ്സിൽ
ഹസ്സിൽ മുറാദന അൻഹു റളിയല്ലാഹ്. അതിലൊരു മൂപ്പത്തി പൊക്കിയ കയ്യുമായി അപ്പോൾ കനിയണം പെട്ടെന്ന് നിന്നോവർ ആഫിയത്തൊക്കെയും വിവരിച്ച് കേട്ടാലേ അക്കാര്യം ഒന്നും ഞാൻ ഓർത്തില്ല എന്നോവർ. ആവട്ടെ നിങ്ങൾ നീ ചെയ്യൂ പോയിട്ട് ആരെയും ദ്രോഹിക്കൽ നന്നല്ല എന്നോവർ. മൗലായ ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് ഹസ്സിൽ മുറാദന അൻഹു റളിയല്ലാഹ്. പെട്ടെന്നതെല്ലാരും ചകിരിയടിക്കുന്നു പണ്ടത്തവസ്ഥ കൊടുത്തോവർ. പിന്നീടൊരിക്കൽ എടുക്കാത്തരക്കാര് പീഡികക്കാരൻ എടുത്ത് കൊടുത്തോവർ. ഇപ്പോൾ നടപ്പില്ലി പണിയെന്ന് ചെന്നാരെ എടുക്കാനുടനെ ആളെത്തുന്നുണ്ടെന്നോവർ. അന്നേരം തന്നെ ഒരുത്തൻ വന്നെത്തുന്നു എടുക്കാത്ത പൈസ എടുക്കും ഞാനെന്നോവർ. അരികെയിരുന്നോരെ ആശ്ചര്യമാക്കിയിട്ട് എടുക്കാത്ത പൈസ എടുപ്പിച്ച് വിട്ടോവർ. മൗലായ ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് ഹസ്സിൽ മുറാദന അൻഹു റളിയല്ലാഹ്. ഇതുപോലെ ഒരു ദീനം മീൻ വിൽക്കുന്നവരോട് ആവശ്യപ്പെട്ട മീൻ എടുപ്പിച്ച് വെച്ചോവർ. കാശ് കൊടുത്തപ്പോൾ മീനിന്റെ ചൂടെന്നും കൂറ്റൻ മീനെന്നും പറയുന്നത് കേട്ടോവർ. കാവുമെടുത്തൂടൻ ചൂടും കൊണ്ടോടിച്ചു കാശിനും വിൽക്കാതെ ആക്കി കളഞ്ഞോവർ. ചൂടാലെ മീനും വിൽക്കാതെ ചെന്നോവർ. ചിന്തിച്ചു നാട്ടാരും വീട്ടാരുമെന്നോവർ. മൗലായ ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് ഹസ്സിൽ മുറാദന അൻഹു റളിയല്ലാഹ്. എന്തുണ്ടൊരു വഴി ഈ രോഗം മാറുവാൻ എന്ന നാട്ടുകാര് ഓർത്തപ്പോൾ കണ്ടോവർ. ഉണ്ടല്ലോ ഏറാമലയിലൊരു പുണ്യാൻ അവരെ സമീപിച്ചാൽ മാറും തോന്നിച്ചോവർ. അവരെ ഹറത്തിൽ എത്തിച്ചതിൽ പിന്നെ അവരോട് ചെയ്തത് പറയിച്ച് വിട്ടോവർ. മൗലായ ജല്ലല്ലാഹ്
جل جلالullah حسن مرادنا عنه رضي الله മുഴുവൻ ഞാൻ വിട്ടെന്നവർ ചെന്ന് വേഗത്തിൽ മുമ്പത്തെ പോലെ സുഖമാക്കി വിട്ടോവർ എന്തൊരു അത്ഭുതം എന്നാരോ പേരതും അന്നേരം മാനീതർ പറയിച്ച് വിട്ടോവർ രോഗം പിടിച്ചോരോ ഒരിക്കൽ കോഴിക്കോട് രോഗശയ്യയിൽ ശോകിൽ കിടന്നോവർ അവിടെ ചികിത്സയിൽ കഴിയുന്ന നേരത്തും ഏറെ കറാമത്ത് കാണിച്ചു തന്നോവർ മൗലശയ്യക്കാടുത്തുള്ള കട്ടീരിൽ മാരിയും എൻ രോഗം കാണാതെ ഇങ്ങനെ ആരോഗി പറയുന്നത് കേട്ടോവർ രോഗങ്ങളെല്ലാം അവരോട് ചെന്നാരെ രോഗം സഹലാക്കാൻ ബീനോടിരുന്നോവർ കുടിക്കാനൊരു കോപ്പ വെള്ളത്തിലൂതിയിട്ട് കുടിപ്പിച്ച രോഗം ശീഫയാക്കി വിട്ടോവർ അന്ന് മുതൽ അവർ വേണ്ടുന്നതൊക്കെയോ ആരോഗ്യയുടെ വകയാൽ ആദന്നോവർ നല്ലവരം ആശോയിലെന്നുള്ള ഡോക്ടർ തലവേദനയാൽ വീട്ടിലെന്നറിഞ്ഞോവർ രോഗം മാറിയിട്ട ശോകിന് പോരും വഴി രോഗിയാം ഡോക്ടറെ കാണാനായി പോയോവർ ഏറെ ചികിത്സയിനായി എടുത്തിടും എനിക്ക് ശിഫയില്ലേ വാചകം കേട്ടോവർ മൗലായ ജല്ല ജലാലുല്ലാഹ് ഹസ്സിൽ മുറാദന അൻഹു റളിയല്ലാഹ് ക്ലേശം മാറിടാൻ ചെയ്തിട്ടന്നേരം ക്ലേശം മന്ത്രിച്ചിട്ട് മാറ്റി കൊടുത്തോവർ ഈ സംഭവശേഷം ഡോക്ടർ ഓശാരമായി ഇഷ്ടത്തിൽ മാറുന്നു മറ്റെല്ലാം കൊടുത്തോവർ മംഗലത്തിനൊരിക്കൽ ഒരു വീട്ടില് മംഗലത്തിൽ പങ്ക് കൊള്ളാനായി പോയോവർ നസീഹത്ത് ചെയ്യാനൊരുങ്ങി വരുന്നേരം നല്ലവരുള്ളോരിടത്തേക്കിരുന്നോവർ പറയുന്നതെന്താണ് താടിക്കാരനെന്ന് പുച്ഛത്തിലൊരാൾ പറയുന്നത് കേട്ടോവർ അന്നേരം തന്നെ വേറെ മുഖം വാടി അധികം പോർത്തില്ല
ഫലവും കാണിച്ചോവർ മൗലായ ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് ഹസ്സിൽ മുറാദന അൻഹു റളിയല്ലാഹ് കുറവായി കണ്ടുള്ളോൻ കലഹത്തിൽ പിറ്റേന്ന് കുത്തേറ്റാശുപത്രിയിൽ പോയി അതെന്നോവർ ബർമയിൽ പോകുമോ സാഫിറൊരു നാളിൽ ബഹുമാനത്തിൽ ഓറെ ചെന്നെന്ന് കണ്ടോവർ കച്ചവട സ്ഥിതി എല്ലാം ചൊല്ലിയതിൽ 4 രൂപ 4 പൊതിയായി കൊടുത്തോവർ ബർക്കത്തായിട്ട് കൊടുത്ത പൊതി കേട്ട് ബർമയിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞോവർ ഇത് കേട്ടവൻ കച്ചവടപ്പിടികയിലെ ഇരുമ്പ് പെട്ടിയില് സൂക്ഷിച്ചതെന്നോവർ എല്ലാ വസ്തുക്കളും കട്ടുപോയെങ്കിലും സങ്കടം അവനീക്ക പൊതിപോയെന്നതോവർ മൗലായ ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് ഹസ്സിൽ മുറാദന അൻഹു റളിയല്ലാഹ് കടമായി വീണ്ടും ചരക്കുകൾ വാങ്ങിയിട്ട് കടയിലവൻ വീണ്ടും കച്ചവടം വെച്ചോവർ കച്ചവടം ഏറ്റം ജോറായി നടന്നേനെ കൂടെ പോയി അഞ്ചാണ്ട് വേഗത്തിൽ മൗലായ ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് ഹസ്സിൽ മുറാദന അൻഹു റളിയല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, തങ്ങൾക്ക് പോകാൻ തിരക്കുള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ദുആ ചെയ്യുകയാണ്. ഒരുപാട് പേര് പല ആവശ്യങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ, ഗർഭിണികൾ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, പല ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവർ, അള്ളാഹു എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഈ 2 വലിയ മഹാന്മാരുടെ പേരിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട ഈ സദസ്സിൽ ഒരുപാട് സംഭാവനകളും നേർച്ചകളും നൽകിയവരുണ്ട്. അവർക്കൊക്കെയും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പെട്ടെന്ന് യാസീൻ ഓതി ദുആ ചെയ്യുകയാണ്. ഇലാ ഹദ്റത്തി നബിയിന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم.
إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة وأحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم فلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالأرجون القديم
لم يلد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد
لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദുആ ചെയ്യുന്നു. ഒരുപാട് പേര് പ്രത്യേകം സ്മരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കൊല്ലം കഴിഞ്ഞ വർഷം നമ്മുടെ ആണ്ട് നടക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് ഭക്ഷണം കൊടുത്തേക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ച ബഹുമാനപ്പെട്ട പൊറ്റേരി കുഞ്ഞമ്മദ് ഹാജിക്കാർ അടക്കം ഇന്ന് ഖബറിലാണുള്ളത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെയും അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബർ വിശാലമാക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, കുടുംബക്കാർ, ബന്ധുക്കാർ എല്ലാവരുടെയും ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ എൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട MKM കോയ ഉസ്താദ് അള്ളാഹു ആൻ്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദുആ ചെയ്യും. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا رب ഞങ്ങളുടെയും മജ്‌ലിസ് സ്വീകരിക്കണമേ. ഇവിടെ ചൊല്ലപ്പെട്ട എല്ലാ ആയത്തുകളും സൂറത്തുകളും മദ്ഹുകളും സ്വലാത്തുകളും എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ പോരായ്മകളെല്ലാം പരിഹരിച്ച് നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിൻ്റെ തവാബിൻ്റെ മിസ്ല് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കൾ നീ ആദരിച്ച് ബഹുമാനിച്ച് നിന്റെ ഇഷ്ടദാസരായ അടിമകളുടെ അർവാഹുകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരുടെ മദതും പൊരുത്തവും സാധുക്കളായ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹിൽ കവരത്തി ഖദ്ദസല്ലാഹു സിർറ, എറാമല അബ്ദുള്ള മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറ തുടങ്ങിയിട്ടുള്ള മഹത്തുക്കളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരുടെ പൊരുത്തം ഞങ്ങൾക്കെല്ലാം നീ സദാ നൽകണേ അല്ലാഹ്. ആ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ഇത്രയും കാലം ചെയ്തു കൂട്ടിയ സർവ്വ തെറ്റുകുറ്റങ്ങളും അപരാധങ്ങളും നീ മാപ്പാക്കി തരണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തിന്മകൾ ചെയ്തവരാണ് ഞങ്ങൾ. എല്ലാം നിന്റെ മുമ്പിൽ തുറന്ന് സമ്മതിക്കുന്നു. നീ ഗഫാറാണ്, ഗഫൂറാണ്. നിന്റെ മഹ്ദ് ഫദ്ൽ കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഇനിയുള്ള ജീവിതം തെറ്റുകളില്ലാതെ തിന്മകളില്ലാതെ ജീവിക്കാനുള്ള ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇബ്ലീസിന്റെ കണിബലകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. മനസ്സ് ക്ലിയറാക്കി തരണേ അല്ലാഹ്. ഹൃദയം വൃത്തിയാക്കി തരണേ അല്ലാഹ്. ഒരാളോടും പകയില്ലാത്ത ഹൃദയത്തിന്റെ ഉടമകളാക്കണേ അല്ലാഹ്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, ഉസ്താദുമാർ, ഭാര്യമാർ, മക്കൾ, സഹോദരങ്ങൾ, അവരുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ മക്കൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഈ മഹത്തായ മജ്‌ലിസിലേക്ക് നേർച്ചകൾ നൽകിയവർ, സംഭാവനകൾ നൽകിയവർ, വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സമീപിക്കുന്നവർ, പ്രസ്ഥാനത്തിനും അതുപോലെ ദർസുകൾക്കും മറ്റും വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തരുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സഹകരിച്ച് ഞങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകി പ്രവർത്തിക്കുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. ബറകാത്തുകൾ നൽകണേ അല്ലാഹ്. ഐശ്വര്യം നൽകണേ അല്ലാഹ്. ഞങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും പരിപൂർണമായ ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഒരു വിധത്തിലും സാധുക്കളായ ഞങ്ങൾക്ക് ഒരൊറ്റ തവണ പോലും കീമോതെറാപ്പിയോ റേഡിയേഷനോ ചെയ്യേണ്ടി വരുന്ന രോഗങ്ങളെ നൽകല്ലേ അല്ലാഹ്. എല്ലാ ക്യാൻസറുകളിൽ നിന്നും ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുന്നു. നീ കാവൽ തരണേ അല്ലാഹ്. ക്യാൻസർ ബാധിച്ച പലരും ഞങ്ങളുമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ നിനക്കറിയാം, അവരുടെ അവസ്ഥ അറിയാം. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് താമായ ആജില
ആജിലായ ശിഫ നൽകണേ അല്ലാ. 2 കിഡ്നികളും തകരാറിലായി ഡയാലിസിസിന് വിധിക്കപ്പെടുന്ന രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. കിഡ്നിയോ ലിവറോ റീപ്ലാന്റേഷൻ ചെയ്യേണ്ടി വരുന്ന രോഗികളാക്കല്ലേ അല്ലാ. കാഴ്ച ശക്തി, കേൾവി ശക്തി, സംസാര കഴിവ് മരണം വരെ നിലനിർത്തി തരണേ അല്ലാ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നിലനിർത്തണേ അല്ലാ. ഷുഗർ, പ്രഷർ എല്ലാം നോർമലാക്കണേ അല്ലാ. കൈകാലുകൾക്കും മറ്റു അവയവങ്ങൾക്കും നീ തന്ന ബലം കുറക്കല്ലേ അല്ലാ. തളർവാദം, സന്ധിവാദം നൽകല്ലേ അല്ലാ. വാദസംബന്ധമായ ഒരു രോഗവും നൽകല്ലേ അല്ലാ. സ്ട്രോക്ക് വന്നൊരു ഭാഗം തളർന്ന് ബെഡിൽ തന്നെ കഴിയേണ്ടി വരുന്ന സാഹചര്യം വരുത്തല്ലേ അല്ലാ. എയർ ബെഡുകളിലും വാട്ടർ ബെഡുകളിലുമായി ദിനരാത്രങ്ങൾ തള്ളി നീക്കേണ്ടി വരുന്ന രോഗികളാക്കി ഞങ്ങളെ നീ മാറ്റല്ലേ അല്ലാ. ഞങ്ങൾ കാസ്തിച്ചതോ മൂത്രിച്ചതോ മറ്റുള്ളവർ കഴുകി വൃത്തിയാക്കി തരേണ്ടി വരുന്ന രൂപത്തിൽ ഒരു സെക്കൻഡ് പോലും ഞങ്ങൾ നീ രോഗികളാക്കല്ലേ അല്ലാ. ഒരാൾക്കും ഭാരമാവാതെ നല്ല റാഹത്തോടെ സന്തോഷത്തോടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും സ്വന്തമായി തന്നെ നിർവഹിക്കാൻ മരണം വരെ ഞങ്ങൾക്ക് നീ ആരോഗ്യം തരണേ അല്ലാ. നീ ആരോഗ്യം തരണേ അല്ലാ. ഒരാൾക്കും ഭാരമാകാതെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പഠിച്ചോനെ, ആവശ്യമായ സമ്പാദ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഓരോ കാര്യങ്ങൾക്ക് മറ്റുള്ളവരോട് കടം വാങ്ങേണ്ടി വരുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ കാണിച്ച് യാചിക്കേണ്ടി വരുന്ന ദാരിദ്ര്യത്തെ നൽകല്ലേ അല്ലാ. കടങ്ങളെ വീട്ടിത്തരണേ അല്ലാ. പ്രതിസന്ധികളെ തീർത്തു തരണേ അല്ലാ. എന്തൊക്കെ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകിയിട്ടുണ്ടോ എല്ലാം താമായ ആജിലായ ശിഫതെന്ന് അനുഗ്രഹിക്കണേ അല്ലാ. റാഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ആവശ്യമായതെല്ലാം നീ നൽകണേ അല്ലാ. ഒരാളുടെ മുമ്പിലും ഞങ്ങളെ നീ തലകുലിക്കേണ്ട സാഹചര്യത്തിൽ എത്തിക്കല്ലേ അല്ലാ. നിന്ദരോ നിസാരരോ ആക്കല്ലേ അല്ലാ. പഠിച്ചവനെ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. ഞങ്ങളെല്ലാവരും ചെയ്യുന്ന ജോലികളിൽ, ബിസിനസ്സുകളിൽ, കച്ചവടങ്ങളിൽ, കൃഷികളിൽ എല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാ. വീടുകൾ സമാധാനത്തിന്റെ വീടുകളാക്കി തരണേ അല്ലാ. ഐശ്വര്യത്തിന്റെ ഗേഹങ്ങളാക്കണേ അല്ലാ. കുടുംബത്തിൽ ഐക്യം നൽകണേ അല്ലാ. പരസ്പരം ഭിന്നിച്ച് കലഹിക്കുന്ന കുടുംബമാക്കല്ലേ അല്ലാ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളോളമായി മക്കളില്ലാത്ത പലരും ഈ സദസ്സിലടക്കം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, പല ഭാഗങ്ങളിൽ നിന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അവരെ നിനക്കറിയാം. എല്ലാ തടസ്സങ്ങളെയും നീക്കി എളുപ്പത്തിൽ അവർക്ക് മക്കളെ നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട ഖാസിം വലിയുല്ലാഹി കവരത്തി ഖദ്ദസല്ലാഹു സിർറ, അവിടുത്തെ ബറക്കത്തുകൊണ്ട് മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയവർക്ക് യോജിച്ച ഇണകളെ നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ നല്ല മക്കളാക്കി തരണേ അല്ലാ. സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകരിക്കുന്നവരാക്കണേ അല്ലാ. ചീത്ത കൂട്ടുകെട്ടിൽ പെടുത്തല്ലേ അല്ലാ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന മക്കളാക്കല്ലേ അല്ലാ. പെൺകുട്ടികളെ വഞ്ചിക്കുന്നവരുടെ വഞ്ചനകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ സന്തോഷവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. മനസ്സമാധാനം നൽകണേ അല്ലാ. ക്ലേശങ്ങളെല്ലാം മാറ്റിത്തരണേ അല്ലാ. നല്ല റാഹത്തോടെ സമാധാനത്തോടെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയം അതെപ്പോഴാണ് എങ്ങനെയാണെന്നറിയില്ല. നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട്, ജൂദ് കൊണ്ട്, കറമ കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ആഖിബത്ത് മോശമാക്കല്ലേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഏതെങ്കിലും ആക്സിഡന്റുകളിൽപ്പെട്ട് ശരീരം ചിന്നിച്ചിതറിയുള്ള മരണമാക്കല്ലേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ടുള്ള മരണമാക്കല്ലേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹൽ വചനം ഒന്ന് തംബീഹാക്കി തരാൻ മുസ്ലിമായ ഒരാൾ പോലും സമീപത്തില്ലാത്ത നിലക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലുകളുടെ വെന്റിലേറ്ററുകളിൽ വെച്ചോ ICUകളിൽ വെച്ചോ ഉള്ള മരണമാക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് വുളു ഉണ്ടായിരിക്കെ നല്ലത് മാത്രം പറയുന്ന ആളുകളുടെ സമീപത്ത് വെച്ച് ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ബന്ധുമിത്രാദികളോട് പറഞ്ഞു തീർത്ത് സാധുക്കളായ ഞങ്ങൾക്ക് ഹബീബായ മുഹമ്മദ് അവിടുത്തെ കൺകുളിർക്കെ കണ്ട് പുഞ്ചിരി തൂകി സ്വർഗം കണ്ടാസ്വദിച്ച് വിശുദ്ധമായ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ ആശയുണ്ട്, കൊതിയുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ അത് ചോദിക്കാനുള്ള അവകാശമില്ല, അർഹതയില്ല. നീ സ്വീകരിച്ചു എന്നുറപ്പുള്ള ഒരു സുബ്ഹാനല്ലാഹ് പോലും ഒഴിഞ്ഞതായി ഞങ്ങൾക്കറിയില്ല. മഹാന്മാരായ ഔലിയാക്കളെ തവസ്സുലാക്കി നിന്നോട് യാചിക്കുകയാണ്, ഇരക്കുകയാണ്. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കി തരണേ. ഞങ്ങൾ എത്ര പാപികളാണെങ്കിലും ദോഷികളാണെങ്കിലും നീ ഗഫൂറും ഗഫാറുമാണ്. ആ ദോഷങ്ങളൊക്കെ പുറത്ത് ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കണേ അല്ലാഹ്. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പലരുമുണ്ട്. അവരുടെയും ഞങ്ങളുടെയും ഒക്കെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗത്തോപ്പാക്കണേ അല്ലാഹ്. മഹ്ശറിലേക്ക് പുനർജീവിപ്പിക്കപ്പെടുമ്പോൾ കൈകാലുകളും മുഖവും വെളുത്തവരായ നിലയിൽ പുനർജീവിപ്പിക്കപ്പെട്ട്
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ലിവാഉൽ ഹംദിന്റെ തഹ്തിൽ ഒരുമിച്ച് കൂട്ടി പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിച്ച് വലത് കൈയിൽ കിതാബ് ലഭിച്ച അർശിന്റെ തണൽ കൊണ്ട് അനുഗ്രഹീതരായി വളരെ സന്തോഷത്തോടെ റാഹത്തോടെ ആ കിതാബ് നോക്കി വായിച്ച് ഹിസാബില്ലാതെ തൗബീഖില്ലാതെ ഇതാബില്ലാതെ ആക്ഷേപങ്ങളില്ലാതെ സിറാത്ത് പാലം മിന്നറിയുന്ന വേഗത്തിൽ വിട്ടുകിടന്ന് പുന്നാര ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ തിരുചാരെ മഹാനായ കാസിം വലിയുല്ലാഹിൽ കബരത്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് റാമൽ അബ്ദുള്ള മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീൽ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ മഹത്തുക്കളോടൊപ്പം പരിലസിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അർഹതയില്ലെന്ന് നന്നായി അറിയാം. അവരുടെ ബറക്കത്ത് കൊണ്ട് ആ മഹാന്മാരുടെ പൊരുത്തം കൊണ്ട് ഞങ്ങൾ നിന്നോട് കേണപേക്ഷിക്കുകയാണ്. സ്വർഗത്തിൽ അവരുടെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. നിന്റെ സ്വലിഹീങ്ങളായ ഇബാദിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. പഠിച്ചവനെ ഇവിടെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകിയതുപോലെ വിദൂരമല്ലാത്ത ഭാവിയിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുത്തെ വിശുദ്ധമായ റൗളയിൽ പോവാനും അവിടുത്തെ തിരുഹദറത്തിൽ വന്ന് നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് എന്നൊരുപാട് തവണ ചൊല്ലാനും ആ പുണ്യ സ്ഥലങ്ങളെല്ലാം സന്തോഷത്തോടെ സന്ദർശിക്കാനും വിശുദ്ധമായ ഹജ്ജും ഉംറകളും നിർവഹിക്കാനും ഒക്കെ സാധുക്കളായ ഞങ്ങൾക്കെല്ലാം നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പ് ഉംറകൾ നിർവഹിക്കുന്നതിന് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സിയാറത്ത് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും ഞങ്ങളുമായി ബന്ധമുള്ളവരെയും നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. ആയുസ് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ആരോഗ്യമുള്ള ആയുസ് നൽകണേ അല്ലാഹ്. സമാധാനമുള്ള ആയുസ് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസ് ഞങ്ങൾക്ക് നീ പരിപൂർണ തൃപ്തിയുള്ള ഇജാബത്തുള്ള മജ്ലിസാക്കി തരണേ അല്ലാഹ്. അഭിവന്ദ്യരായ മജീദ് ഉസ്താദ് എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നീ നൽകണേ അല്ലാഹ്. അവരെ സമീപിക്കുന്ന പലരുമുണ്ട് വിവിധ وتب علينا إنك أنت التواب الرحيم. اغفر لنا وارحمنا وارحم من يرحمنا برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على